ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന KGS ഗ്രൂപ്പ് ആറന്മുളയിൽ 2011 നവംബർ 18-ന് വാങ്ങിയ ഭൂമി പോക്കുവരവ് ചെയ്യാൻ അന്നത്തെ പത്തനംതിട്ട കളക്ടർ ഉത്തരവിട്ടു. ഇതനുസരിച്ച് 2012 ഫെബ്രുവരി 17-ന് ഭൂമിയുടെ പോക്കുവരവ് നടത്തി. എന്നാൽ പിന്നീട് വന്ന കളക്ടർ ജില്ലയിലെ കിടങ്ങന്നൂർ, മുല്ലപ്പുഴശ്ശേരി, ആറന്മുള, മിഴുവേലി എന്നീ വില്ലേജുകളിലായി 106.53 ഹെക്ടർ ഭൂമി KGS ഗ്രൂപ്പിനുണ്ടെന്ന് കണ്ടെത്തി. ഇതിൽ 91.62 ഹെക്ടർ ഭൂമി മിച്ചഭൂമിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. 2012 നവംബർ 22-ന് പോക്കുവരവ് റദ്ദു ചെയ്തു. ഇതോടെ തങ്ങളുടെ വാദം കേൾക്കണമെന്ന ആവശ്യവുമായി KGS ഗ്രൂപ്പ് ഹൈക്കോടതിയെ സമീപിച്ചു. ആറന്മുളയിൽ വിമാനത്താവളത്തിനായി വാങ്ങിയ ഭൂമി പോക്കുവരവ് ചെയ്യൽ നടപടിക്രമങ്ങൾ തുടങ്ങിയത് UDF സർക്കാരിന്റെ കാലത്താണെന്ന് രേഖകൾ തെളിയിക്കുന്നു. നിയമങ്ങൾ പാലിച്ചും മതിയായ അനുമതി വാങ്ങിയതിനു ശേഷം മാത്രമേ നിലം നികത്താവൂ എന്ന് 2005 ഫെബ്രുവരി 24-ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. എന്നാൽ ഇത്തരം എല്ലാ ഉത്തരവുകളെയും അവഗണിച്ചാണ് UDF സർക്കാരിന്റെ കാലത്തുതന്നെ വിമാനത്താവളം തുടങ്ങാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. കഴിഞ്ഞ VS സർക്കാരാണ് നിലം നികത്താൻ അനുമതി കൊടുത്തതെന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വാദമാണ് ഇതോടെ പൊളിയുന്നത്. മീഡിയ 1 പത്തനംതിട്ട.